I can't feel no better. What's this knob do? What's this knob do? ഊത്തച്ചായ പോരുന്നു എന്റെ കൂടെ. അയ്യടാ നീയേ നിന്റെ സൂപ്പറിന്റെ കൂടെ പോയിട്ടേ കുപ്പിയും പാട്ടെ വെറുക്ക്. ഊത്തച്ചായ എന്റെ പൊന്നു കൊച്ചെ എന്നെ വിട്ടേക്ക്, മോള് പോവാൻ നോക്ക്. അതെ ഏത് കൊച്ചിന് വളയായിട്ട് വരുന്ന കാര്യമാ അവൾ പറഞ്ഞിട്ട് പോയേ? അതേ എന്റെ വീടിന്റെ പുറകിലെ മിന്നുമോളുടെ കാര്യമാ. അതെ ഹാരിയുടെ ഗേൾ ഫ്രണ്ട് ബ്രേക്കപ്പ് ആയി പോയിട്ട് എന്താ ഒരു വിഷമമില്ലാതെ? അവളെന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ലടോ, എന്റെ പുറകെ നടക്കല അവളുടെ മെയിൻ പരിപാടി. ഒരുപാട് വട്ടം പറഞ്ഞതാ, ബട്ട് കേൾക്കണ്ടേ. അവിടെ മൊത്തം ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് പരത്തിയിരിക്കുക. ആണോ? ഓ, ഒരു വലിയ റിസ്ക് പോയി കിട്ടി. ഇനി എന്റെ മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ല. സിൻഡ്രു, തനിക്ക് എന്നെ സ്നേഹിച്ചോടിയടോ, എന്തിനാ എന്നോട് നുണ പറഞ്ഞത്? എടോ, നമ്മൾ ബോയ്സ് ആണ്, ഇതൊന്നും സെറ്റ് ആകൂല. പറ്റിയ അവസരമാണ്, നീ അവനെ പറഞ്ഞു വളച്ചെടുക്ക്. ഓക്കെ സിൻഡ്രു, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. എന്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം വേറെ കുപ്പി പൊട്ടിക്കും പോലെ നുരഞ്ഞു പൊങ്ങുവാണ്. ഇതെല്ലാം ഞാൻ ആർക്ക് കൊണ്ടേ കൊടുക്കും? സിൻഡ്രു ഒന്ന് മനസ്സ് വെച്ചാൽ എന്റെ സ്നേഹമാകുന്ന പേരിൽ നിന്നെ ഞാൻ മുക്കിക്കൊല്ലും. സമ്മതമല്ലേ? എടോ, എനിക്ക് മനസ്സിലായി തനിക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന്. ബട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാ അതുമല്ല, രണ്ട് കുത്തബ് മീനാറുകൾ തമ്മിൽ ഒരിക്കലും ചേർത്തില്ല. മീനാറോ? ഇനി വല്ല പുതിയ മീനിന്റെ പേരാണോ എന്തോ. ഓ, കുത്തബ് മീനാർ, മറ്റേ കോഴി പോലെ നിൽക്കുന്ന സാധനം. അതെന്തിനാ ഇവിടെ പോയി? ഞാൻ എന്തോ മണ്ടന. ഹൃദയമായിരിക്കും അവൾ ഉദ്ദേശിച്ച്. ഹൃദയം ഉണ്ടല്ലേ ഇരിക്കുന്നേ, പിന്നെ ഇതെന്തായിരിക്കും? എന്തേലും ആവട്ടെ. കുത്തബ് മീനാറല്ലേ? സിൻഡ്രു വിഷമിക്കണ്ട, രണ്ട് കുത്തബ് മീനാറും ഞാൻ തേച്ച് മിനക്കി കൂട്ടി ചേർത്തോളാം. നായിന്റെ മോനെ. എടാ തന്തൊക്കെ വിളിച്ചടാവൻ. എന്തിന്? ഇല്ലടാ, ഇമ്മാതിരി ഊഴത്തിനെ വിളിച്ചു തന്ന നിന്നെ പിന്നെ സ്വാമി വിവേകാനന്ദൻ എന്ന് വിളിക്കാം. നീ ഇത്രക്ക് മേച്ചനാണോ? ഇത്രക്ക് മുട്ടി നിൽക്കുവാണോ നിനക്ക്? എടാ, നെഞ്ചത്ത് കുത്താതെ കാര്യം വിളിച്ചു പറയടാ. എടാ, അവൻ കുത്തബ് മീനാറെന്ന് ഉദ്ദേശിച്ചത് മറ്റേതാണ്. ഏത് മറ്റേത്? എടാ, മറ്റേ ആയുധം, എനിക്കും നിനക്കും അവനുള്ളത്. അയ്യേ, ഞാനിനി എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും? നീ മുഖത്ത് നോക്കണം. അവനായിട്ട് ഈ ടോപ്പിക് എടുത്ത് മുന്നിട്ട സ്ഥിതിക്ക് നിന്റെ ടൂൾസ് കാണിച്ച് നീ അവനെ മയക്കണം. ഫ്രണ്ട്സെ, നീ ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത്. എടാ, അതൊരു പ്രകൃതി നിയമമാണ്. ഇതിൽ അവൻ വീഴും, ഉറപ്പ്. നീ ഞാൻ പറയുന്നത് കേൾക്ക്. ആണോ? സിൻഡ്രു, നിന്റെ ക്രിസ്റ്റിയേട്ടൻ ഇതാ വരുന്നു. നിന്റെ കുത്തബ് മീനാറിൽ ഞാനൊരു താജ്മഹൽ പണിയും കയറേ. എടാ, ഇവിടെ വേണ്ട. ഇത്രയും സെൻസിറ്റീവായ ടോക്കൊക്കെ അതുപോലെ ഒരു പ്ലേസിൽ വെച്ച് ഡിസ്കസ് ചെയ്യേണ്ടതാ. അതേതാണ് അങ്ങനെ ഒരു പ്ലേസ്? ഓയോ റൂമാണോ? നിനക്ക് ഈ വൃത്തിയായിട്ട് ചിന്ത അല്ലാതെ വേറെ ഒന്നുമില്ലേ? എടാ, ഞാനൊരു വികാരജീവിയായി പോയത് എന്റെ തെറ്റല്ലല്ലോ. ഓ, എന്റെ വികാരജീവി, നീ നാളെ ഈവനിങ് അവന്റെ ഹോസ്റ്റൽ റൂമിൽ ചെന്ന് കാര്യം അവതരിപ്പിക്കണം. ഹോസ്റ്റൽ റൂമിലോ? ഐ വിൽ ട്രൈ. പിന്നെ അവനെ ഒറ്റക്ക് കൈ കിട്ടിയെന്ന് വെച്ച് വേണ്ടാത്തതൊന്നും ചിന്തിച്ചേക്കരുത്. നീ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നേ? അങ്ങനെ തന്നെയാ കരുതിയിരിക്കുന്നേ. സിൻഡ്രു, സിൻഡ്രു, ഇതെവിടെ പോയി? ഹാരി, കുളിക്കുന്നോ? സിൻഡ്രു, അയ്യേ, നീ എന്താ ഇവിടെ? ഇതെന്തായി കാണിക്കുന്നത്? ഞാൻ കുളിക്കുന്ന കണ്ടില്ലേ? താനിതെന്താണോ ഒരു മാതിരി?
സെൻട്രോ, ഐ നോ നിനക്ക് ബിഗ് ചെസ്റ്റ് ഉള്ള ഗേൾസിനാണ് ഇഷ്ടമെന്ന്, ബട്ട് ഐ ഹാവ് എ ബിഗ് ടൂൾ ടു. ഡു യു വാണ്ട് ടു ട്രൈ ഇറ്റ്? അയ്യേ, ഇറങ്ങി പോടാ പട്ടി. ഞാൻ വേണമെങ്കിൽ കൂടെ, ഇന്ന് ഞാൻ കുളിച്ചിട്ടില്ല. നീ ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലേ? ഓ ഓ ഓ ഓ, ഞാൻ പോയേക്കാം. അപ്പൊ മറക്കണ്ട എന്റെ ടൂൾ. പിന്നെ നിന്റെ ടൂളും കൊള്ളാം, എനിക്കങ്ങനെ ഇഷ്ടായി. അയ്യേ, എന്നാലും നീ അവനെ കയറി പിടിച്ചല്ലോടാ മഹാഭാവി. നിന്നോട് കാര്യം പറയാൻ മാത്രമല്ലേടാ ഞാൻ പറഞ്ഞത്. അത് പിന്നെ അവനെ അങ്ങനെ ഒരു അവസ്ഥയെ കണ്ടപ്പോ എന്റെ കൺട്രോൾ മൊത്തം അമേരിക്ക വഴി അന്റാർട്ടിക്കക്ക് പോയി. ഓ, എന്നാ ഫീൽ ആർന്നോന്ന് അറിയോടാ. ആ ഇറ്റ് വീഴുന്ന വെള്ളം, ആ ബോഡിയും ആ കിസ്സും, ഓഹ് ഓർത്തിട്ട് തന്നെ കൺട്രോൾ ഒക്കെ ഉൾക്കാണ്ടൊക്കെ പോണം. നീയേ, നിന്നോട് ദൈവം ചോദിക്കും, ഒന്നുമില്ലെങ്കിൽ പെണ്ണും പെടക്കോഴും ഇല്ലാത്തൊരു ഹതഭാഗ്യന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനൊന്നും പറയരുത്. എടാ ഞാനത് ഓർത്തില്ല. നിനക്ക് മരോടാ ഒരു അടാറ് പെണ്ണും. വരും വരും, ഒന്ന് പോടാ. എന്ത് പറ്റിയടാ? നീ എന്താ വിഷമിച്ചിരിക്കുന്നേ? ഒന്നില്ല. പറയടാ, എന്തോ ഉണ്ട്. എന്താ സംഭവിച്ചേ? ക്രിസ്റ്റിയായിട്ട് വീണ്ടും എന്തൊരു ഇഷ്യൂ ഉണ്ടായോ? അവനിവിടെ വന്നായിരുന്നു. ഇവിടെയോ? എന്തിന്? അവൻ എന്നും എന്നെ കിസ് ചെയ്തു. ആഹാ, ആളൊരു പുലിയാണല്ലോ. നീ ഒന്നും വെറുതെ ഇരിക്കുന്നുണ്ടോ? എന്താടാ, നീ കാര്യം പറ. അത് ഞാൻ എങ്ങനെ പറയാ? അവൻ എന്നെ ഇഷ്ടമാന്ന് പറയാനാ വീണ്ടും വന്നേ. ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നെ ഇഷ്ടപ്പെടുത്താൻ. നീ എന്താ പറഞ്ഞു വരുന്നേ? ഐ എം കൺഫ്യൂസ്ഡ്. എനിക്കറിയില്ല. എന്നാൽ എനിക്കറിയാം. നിനക്ക് അവനോട് ഫീലിങ്സ് തോന്നി തുടങ്ങി എന്നർത്ഥം. എനിക്കോ? നോ വേ, ഇത് വേറെന്തോ. ഐ നോ ഹാരി, നീ ഇപ്പോ ആ കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ക്രിസ്റ്റി ഇപ്പോഴും ഫണ്ണി മോഡിലാണ് നിന്നോട് അപ്രോച്ച് ചെയ്യുന്നതെങ്കിലും എപ്പോഴാണ് അവന്റെ സീരിയസ് അപ്രോച്ച് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ക്രിസ്റ്റിയുടെ ഫണ്ണി അപ്രോച്ച് മാത്രം ഫേസ് ചെയ്തിട്ടുള്ള നിനക്ക് അവന്റെ സീരിയസ് മോഡ് ഫേസ് ചെയ്യാൻ ചിലപ്പോ പറ്റിയെന്ന് വരില്ല. കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് ഏത് നിമിഷവും അതുണ്ടാവാം. നീ വെറുതെ എന്നെ പേടിപ്പിക്കാതെ റോസ്. എനിക്കറിയില്ല, എന്റെ ലൈഫിൽ ഇതുവരെ ഇങ്ങനെ ഒരു സെയിം ജെൻഡറിൽ നിന്ന് ഇതുപോലൊരു പ്രൊപ്പോസൽ വന്നിട്ടില്ല. ഐ എം കൺഫ്യൂസ്ഡ്, റിയലി കൺഫ്യൂസ്ഡ്. എടാ, ഞാൻ നിന്നെ ടെൻഷനാക്കാൻ പറഞ്ഞതല്ല. നിനക്കിപ്പോ ഒരു കൺഫർമേഷൻ ആണ് വേണ്ടത്. നീ നാളെ ഓഫീസിൽ ചെല്ലുമ്പോ ക്രിസ്റ്റിയെ ഫേസ് ചെയ്യുമ്പോ നിനക്ക് വരുന്ന മാറ്റങ്ങൾ നോട്ട് ചെയ്യണം. അറിയാലോ, ഒരു സൈഡിൽ നമുക്ക് അട്രാക്ഷൻ തോന്നിയ ആൾ നിന്ന് നമുക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. I will try. ദേടാ, നിന്റെ സിൻഡ്രോ വരുന്നുണ്ട്. ഇവനെന്താടാ നിന്നെ അമ്പലപ്പറമ്പിൽ വെച്ച് കണ്ട പരിചയം പോലില്ലാതെ പോയത്? ഇനി നീ ഇന്നലെ ഹോസ്റ്റലിൽ ചെന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ? അറിയില്ലടാ, ചെന്ന് ചോദിച്ചേ മതിയാവും. ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാം. സിൻഡ്രോ, സിൻഡ്രോ, താനെന്താ എന്നെ കണ്ടിട്ട് കാണാത്ത പോലെ പോയത്? ക്രിസ്റ്റി, ഇത് ഓഫീസാണ്. പേഴ്സണൽ മാറ്റേഴ്സ് ഒക്കെ സംസാരിക്കാനുള്ള ഇടമല്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. നീ എന്താ എന്നെ കണ്ടിട്ട് അവോയ്ഡ് ചെയ്തത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഷിറ്റ്, റോസ് പറഞ്ഞ പോലെ തന്നെ ഹാർട്ടൊക്കെ എന്താ ഇങ്ങനെ ഇടിക്കുന്നേ? കായും കാലമൊക്കെ ഇറക്കുന്നുണ്ട്. ഇനി റോസ് പറഞ്ഞ പോലെ എനിക്ക് ഫീലിങ്സ് തോന്നി തുടങ്ങിയിട്ടുണ്ടാവോ? ഹാരി, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഹാരി എന്നോ? താൻ എന്നെ സിൻഡ്രോ എന്നല്ലേ വിളിച്ചോണ്ടിരുന്നേ? അതാണോ ഇപ്പൊ ഇവിടുത്തെ വിഷയം? അല്ല, ഇന്ന് എനിക്ക് ഇതിനൊരു റിപ്ലൈ കിട്ടിയേ ഒക്കൂ. എന്ത് റിപ്ലൈ? നിനക്കൊന്നും അറിയില്ല. ഞാൻ ഇത്രയും നാൾ നിന്റെ പുറകെ നടന്നത് പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാനിട്ടാ. ഐ വാണ്ട് ആൻ ആൻസർ നൗ. ഓ ഷിറ്റ്, ഇതാണോ റോസ് പറഞ്ഞ സീരിയസ് അപ്രോച്ച്? ഞാൻ ഐ വാണ്ട് ടൈം.
2 days, just 2 days തരും. അതിനുള്ളിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ എനിക്ക് കിട്ടിയിരിക്കണം. കേട്ടല്ലോ? എന്താ എന്തിനാ നീ എന്റെ അടുത്തേക്ക് വരുന്ന എന്തിനാ? ഹേയ് ചുമ്മാ. ഞാൻ പോവാണ്. ആലോചിക്കാം. ഓഹ് ഗോഡ്, മനുഷ്യന്റെ ആത്മാവ് പരലോകത്തെത്തി. അപ്പൊ ഇതാണ് ആ സീരിയസ് അപ്രോച്ച്. ആൾ തന്നെ മാറിപ്പോയി. ഇത്രയും നാൾ ഞങ്ങളുടെ ക്രിസ്റ്റിയെ അല്ല. ഇത് ഞാൻ എന്തൊക്കെയാ ആലോചിക്കുന്നേ? ക്രിസ്റ്റി എന്തായി? ഇന്നെങ്കിലും ഓക്കെ ആയോ? ഇതൊക്കെ ആകും, അധികം താമസിക്കില്ല. ദേടാ, അവൻ അവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് നിന്നെ നോക്കുന്നുണ്ട്. ഞാൻ കണ്ടു. നോക്കട്ടെ, കണ്ണ് നിറയെ നോക്കട്ടെ. എടാ, നമ്മൾ ലക്ഷ്യത്തിനടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു എന്നാ എനിക്ക് തോന്നുന്നേ. നോക്കാടാ, നീ എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നേ? അത് റിലേഷനൊക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാന്ന് അതോർത്ത് നീ പേടിക്കണ്ട. അതിനുള്ള എല്ലാ ഹെൽപ്പും ഈ പ്രിൻസ് ഏറ്റു. എന്ത് പറ്റി സെൻട്രോ? ക്രിസ്റ്റി എന്താ ഇവിടെ? എനിക്ക് നിന്നെ കാണാൻ വരാൻ പെർമിഷന്റെ ആവശ്യമൊന്നും വേണ്ടല്ലോ. എടോ, എന്ത് പറ്റി? വയ്യേ? എന്റെ നടുവ് ഇടറിയെന്ന് തോന്നുന്നു. വല്ലാതെ വേദനിക്കുന്നു. താ നിൽക്ക്, ഞാൻ ശരിയാക്കി തരാം. നോ വേണ്ട, അത് മാറിക്കോളൂ. എന്താ, നിനക്കെന്നെ പേടിയായിട്ടാണോ? ഞാനൊന്നും ചെയ്യില്ലടോ. അവളെ പിടിച്ചു നിന്നോ? ഇല്ലേ, പ്രസ് ചെയ്യുമ്പോ ബാലൻസ് പോകും. എടാ എടാ, നീ വിചാരിക്കുന്ന പോലെയല്ല. ക്രിസ്റ്റി മാറും. ഈ പൊസിഷൻ ശരിയല്ല. പ്രിൻസ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അത് ഞാൻ സോൾവ് ചെയ്തോളാം. നീ അവിടെ നിൽക്ക്. ഈ വേദന മാറ്റിയിട്ട് പോയാ മതി. മാറിയോ? മാറി. താങ്ക്സ് ക്രിസ്റ്റി. ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. ഓ, ഇനി വലിയൊരു ഭൂകമ്പം നേരിടണമല്ലോ. ഏടാ ആരാവലാതിച്ചേട്ടേ, എന്തായിരുന്നു എന്റെ മുമ്പിൽ കിടന്ന് അഭിനയം? എനിക്കൊന്നും അറിയില്ലടാ. ഇനി കായ് വിടല്ലേ അവന്റെ പ്രാക്ടിക്കൽ കോപ്പ്. ഞാൻ കണ്ണു നിറച്ച് നിന്റെ പ്രാക്ടിക്കൽ ക്ലാസ്, അത് പട്ടാപ്പകൽ ഓഫീസിന്റെ അകത്ത്. ഏടാ, ഇത് അതല്ല. നീ ഒന്ന് പറയണ്ടടാ കാമപ്രാന്ത. വന്നത് ഞാനായത് നിന്റെയൊക്കെ ഭാഗ്യം. വേറെ ആരേലും ആർന്നെങ്കിലോ? എടാ, ഇത് അതല്ല. അവനൊരു വേദന. ആടാ, നിന്റെ വേദന മാറ്റം ലൈവായിട്ട് കണ്ടിട്ടാ ഞാനീ വരുന്നേ. ഇനി എത്ര കൂടെ വിളിച്ചാലാ ഈ സെയിം നോർമലിൽ നിന്ന് പോവുക? എന്റെ സന്യാമ്മച്ചി, എനിക്ക് ശക്തി തരണേ. ആ അപശബ്ദങ്ങളൊന്നും കാതിൽ നിന്ന് പോകുന്നില്ലല്ലോ. ഏതപശബ്ദം? ഓഹോ, ഒന്നും അറിയാത്ത നിഷ്കു. നിന്റെ ലവറിന്റെ വായിന്ന് വന്ന ആ ശബ്ദം. എടാ, നീ പറയുന്ന കേൾക്ക്. അത് അവന് വേദന എടുത്തിട്ടാ. എണീറ്റ് പോടച്ചേ. അയ്യേ അളിയ, നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അളിയ. എനിക്ക് ആ പ്രാക്ടിക്കലിന്റെ ABCD അറിയില്ല. ഇത് അവന് നടുവിടറിയപ്പോ ഞാനൊരു പിടി പിടിച്ചു കൊടുത്തതാ. അതിന്റെ സൗണ്ടാ നീ കേട്ടെ. നീ പേടിച്ചു പോയോ? പേടിച്ചു പോയോന്നോ?
ഞാൻ അങ്ങനെ ഇല്ലാണ്ടായി. ഇനി മേല ഇമ്മ അതേ പൊസിഷൻ ഒന്നും നീ ട്രൈ ചെയ്യരുത് പൊന്നു മോനെ. സിൻഡ്രു, എന്തായി എനിക്കൊരു ആൻസർ? ക്രിസ്റ്റി, എനിക്ക് ഇപ്പോഴും ഒരു ആൻസർ കിട്ടിയിട്ടില്ല. നിനക്ക് എന്നെ ഇഷ്ടാണോ? അപ്പോ ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ക്രിസ്റ്റി, ഐ ആം കൺഫ്യൂസ്ഡ്. ഇത് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എടാ, ഇത് എന്റെ ഫസ്റ്റാ. എനിക്കും അധികം പരിചയമില്ലാത്ത ഒരു ഏരിയ ആയിട്ടും ഞാൻ ഇത്രയും റിസ്ക് എടുക്കുന്നത് എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടായിട്ടാ. ക്രിസ്റ്റി, ഇങ്ങനെയുള്ള റിലേഷനൊക്കെ എത്ര നാളത്തേക്കാ ലാസ്റ്റ് ചെയ്യുക? എന്തെങ്കിലും ഉറപ്പുണ്ടോ? എനിക്ക് നിനക്കൊരു റിപ്ലൈ തരാൻ കഴിയില്ല. സിൻഡ്രു, ഞാൻ പറയുന്നത്, ക്രിസ്റ്റീനെ ഒന്നും പറയണ്ട. നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഹാരി, പ്ലീസ്. എന്തായടാ? അവൻ കല്ലിനും മുള്ളിനും എടുക്കുന്നില്ലടാ. ഇനി അറ്റ കൈ പ്രയോഗിച്ചേ പറ്റൂ. ക്രിസ്റ്റി, വേണ്ട, നീ വേണ്ടാതെ ഒന്നും ചിന്തിക്കരുത്. എടാ, അതല്ലാതെ വേറെ വഴിയില്ല. കുറച്ച് ഡീപ്പായാലേ അവന്റെ ഫീലിങ്സ് എനിക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. ഡാ, സൂക്ഷിക്കണം, റിസ്ക് ആണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോകേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ഞാൻ നോക്കിക്കോളാം. ക്രിസ്റ്റി, നീ എന്താ ഇവിടെ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഓൾറെഡി എല്ലാം. എനിക്ക് നീ ഇവിടെ വരുന്നത് ഇഷ്ടമല്ല. നിന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും അറിയാനുള്ള ടൈം അല്ല ഇത്. നിനക്ക് എന്നോട് ഫീലിങ്സ് ഉണ്ടോ എന്നറിയാനാ ഞാൻ വന്നേ. അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. എനിക്ക് ഉറപ്പിക്കണമല്ലോ. അതങ്ങ് ഉറപ്പിച്ചേച്ച് ഞാനങ്ങ് പോയേക്കാം. പിന്നെ വരില്ല. നിന്റെ വഴിയിൽ ഒരു തടസ്സമായി. നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഇത്